2024 ജൂലൈ. അന്ന് മണ്ണും മനുഷ്യനും വീടും സ്വപ്നങ്ങളും ഒന്നാകെ ഒലിച്ചുപോയ ആ കറുത്ത രാത്രി നമ്മളാരും മറന്നിട്ടില്ല. 298 ജീവനുകൾ, ഒരു പിടി മണ്ണടിഞ്ഞു പോയവർ. ഇന്ന് 32 പേരെ എവിടെയോ തിരയുകയാണ് നമ്മൾ. 300-ലധികം വീടുകളാണ് അന്ന് ചൂരൽമലയിലും മുണ്ടക്കയിലും ഇല്ലാതായത്. 2 വർഷങ്ങൾക്കിപ്പുറം ഇന്നലെ മീനാക്ഷി പാലത്തിന് സമീപം വീണ്ടും അതേ കാഴ്ചകൾ ആവർത്തിക്കുമ്പോൾ നെഞ്ചു പൊട്ടി ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ പ്രകൃതിയോട് ചെയ്ത തെറ്റ്? ഇന്നലെ ആർത്തലച്ച് വന്ന വെള്ളപ്പാച്ചിലിന് മുന്നിൽ പ്രാണരക്ഷാർത്ഥം ഓടിയ മനുഷ്യർ, ഒന്ന് കരയാൻ പോലും ആകാതെ ആ സംഹാര താണ്ഡവത്തിന് മുന്നിൽ കീഴടങ്ങിപ്പോയ പ്രിയപ്പെട്ടവർ. ഓർത്തു നോക്ക്, 2018 മഹാപ്രളയം, 2019 ഓഗസ്റ്റിൽ 17 ജീവനുകളെടുത്ത പുത്തുമല ദുരന്തം, 2020-ലും 2021-ലും ആവർത്തിച്ച മണ്ണിടിച്ചിലുകൾ. മഴക്കാലം വരുമ്പോൾ വയനാടിനിപ്പോൾ കുളിരല്ല, നെഞ്ചിടിപ്പാണ്. പ്രകൃതി സുന്ദരമായ വയനാട് ഇന്ന് കണ്ണീരിൻ്റെ മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രകൃതി ദുരന്തമാണോ അതോ മനുഷ്യനിർമ്മിത ദുരന്തമാണോ? ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സത്യം എന്തെന്നാൽ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ വയനാട്ടിലെ വനവിസ്തൃതിയിലുണ്ടായ കുറവ് ചെറുതല്ല. കുന്നിൻ പ്രദേശങ്ങളും അയഞ്ഞ മണ്ണുമുള്ള വയനാട് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 30 ജില്ലകളിൽ 13ാം സ്ഥാനത്താണ്. നമ്മൾ പ്രകൃതിയെ തൊട്ട് കളിക്കുമ്പോൾ, വികസനത്തിൻ്റെ പേരിൽ മലകൾ തുരക്കുമ്പോൾ, മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ ഓർക്കുക, പ്രകൃതി തിരിച്ചു ചോദിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ജീവനാണ്. പ്രകൃതിയുടെ അപ്രതീക്ഷിത വിധികളെ നമുക്ക് പൂർണ്ണമായി തടുക്കാനാകില്ലായിരിക്കാം. പക്ഷെ ഇനിയൊരു ദുരന്തത്തിൻ്റെ പേരിൽ വയനാട് കരയാൻ പാടില്ല. ഈ ഭൂമിയെ തൊട്ട് കളിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഒരുപാടുണ്ടെന്ന് ഇന്നലത്തെ ദുരന്തം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മണ്ണല്ല, മനുഷ്യനാണ് ഒലിച്ചു പോകുന്നത്. ഇനിയെങ്കിലും നമ്മൾ മാറുമോ? അതോ അടുത്ത മഴയ്ക്കായി, അടുത്ത ദുരന്ത വാർത്തക്കായി വീണ്ടും കാത്തിരിക്കുമോ? കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.